ഹലോ, എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഒത്തിരി പോഷക ഗുണങ്ങളാൽ സമ്പന്നമായ ഒരു കിഴങ്ങ് വർഗ്ഗമാണ് റാഡിഷ് കേട്ടോ. അപ്പം നമ്മളിന്ന് റാഡിഷ് കൊണ്ട് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റാഡിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ വീതമാണ് രണ്ടും ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകവും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് 2 സ്പൂണ് മല്ലിയും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വറന്ന് വരുമ്പോഴത്തേക്കും അത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റാഡിഷും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് റാഡിഷിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കരളിൻ്റെയും വൃക്കയുടെയും ആരോഗ്യത്തിന് റാഡിഷ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും റാഡിഷ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ മൂടിയൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. ഒന്ന് ഇത്തിരിയും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനത്തെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ റാഡിഷൊക്കെ നല്ല രീതിക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ചൂടൊക്കെ പോകാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. അപ്പം മാക്സിമം തരികളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ റാഡിഷും ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിലേക്ക് തട്ടിയിട്ട് നമുക്കിതും കൂടെ ഒന്ന് ചേർത്ത് അരച്ചെടുക്കണേ. അപ്പോൾ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഈ സമയം ചേർത്ത് കൊടുക്കാം. ഞാൻ തീരെ വെള്ളം ഇല്ലാതെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കൂടെ പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഉണക്കമുളകും കൂടെ ഇട്ട് നന്നായിട്ട് ഇതിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ നമ്മുടെ ചമ്മന്തിയുടെ മിക്സിലേക്ക് തട്ടി കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനത്തെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റാഡിഷിൻ്റെ ചട്നി റെഡിയായിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മളിതാ നല്ല ചൂട് ദോശയുടെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ദോശയുടെ കൂടെ മാത്രമല്ല, ഇഡ്ഡലിയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ പിള്ളേർക്കും കൊടുക്കാം. ഒത്തിരി ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്